Hi friends, passive voice, future tense. നമ്മൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഓരോ സംഗതികൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം, നെഗറ്റീവ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഡബ്ല്യൂസ് ക്വസ്റ്റ്യൻസ്. നൗ ഇറ്റ് ഈസ് പാസീവ് വോയിസ്. ഓക്കെ, എല്ലാ പാസീവ് വോയിസും പോലെ സബ്ജക്റ്റ് ഓബ്ജക്റ്റിൻ്റെ സ്ഥലത്തിലും ഓബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥലത്തിലും പൊസിഷൻ മാറ്റി എഴുതുകയാണ്. ഒരു സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട് വരും. ആ സബ്ജക്റ്റ് സെൻറ്റൻസിൻ്റെ അവസാനം ബൈ ചേർത്ത് എഴുതും. ബൈ ശരിക്കും പറഞ്ഞാൽ അത് ഓബ്ജക്റ്റ് അല്ല, അത് ഏജൻ്റാണ്. ഏജൻ്റ് ഏജൻസി. ഇപ്പം ഒരു തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്, അതായത് കർത്താവ്, അത് പാസീവ് വോയിസ് ഏജൻ്റായിട്ട് മാറും. നമ്മൾ സെൻറ്റൻസ് കാണാം, ഇത് ഓബ്ജക്റ്റ് സബ്ജക്റ്റാണ്. ഇതാണ് ഉദാഹരണത്തിന് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ദേ വിൽ, ഫോമിൻ്റെ കാര്യം കണ്ടോ, പാസീവ് വോയിസിൻ്റെ ഫോം കണ്ടോ. വിൽ പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഏത് പാസീവ് വോയിസ് ആണെങ്കിലും അതിനകത്ത് ഒരു രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ടു ബിയുടെ ഒരു ഫോം കാണും, അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ ഗിവൺ വെർബ്. തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ഇപ്പോൾ വിൽ ബി പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 90% ക്രിയകൾക്ക് ഇ ഡി ചേർത്താൽ മതി. കുറച്ച് ക്രിയകളുണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട്. ഫോർ എക്സാമ്പിൾ ടേക്ക് ടു, ടേക്കൺ, ഈറ്റൺ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ ഒത്തിരി പഠിച്ചതാണ്. പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാമെങ്കിൽ നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, അസഹ്യമാണ് ഇതല്ലോ. ദേ വിൽ ക്യാരി ദ ബേർഡൻ. ദ ബേർഡൻ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്, അതിവിടെ വരും. ദ ബേർഡൻ. പിന്നെ പാസീവ് വെർബ് വിൽ ബി, ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ക്യാരിഡ്. ദ ബേർഡൻ വിൽ ബി ക്യാരിഡ്. ദേ എന്നുള്ളത് ഇവിടെ ദം, ബൈ ദം. അപ്പം ഈ സെൻറ്റൻസ്, ഇതാണ് സബ്ജക്റ്റ്, അത് ഏജൻ്റായിട്ട് വരുവാണ്. ബൈ ദേ എന്ന് പറയാമല്ലോ, ബൈ ദം. അപ്പം എന്തെല്ലാം സംഗതികളാണെന്ന് നോക്കി. ഒന്നാമത്തെ കാര്യം ഈ ഫോം നോക്കണം. വിൽ പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി ഗിവൺ വെർബ്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരും, സബ്ജക്റ്റ് ഇവിടെ ഏജൻ്റായിട്ട് വരും. ബൈ ചേർക്കണം. രണ്ടാമത്തെ സെൻറ്റൻസ്, ദ ബോയ്സ് വിൽ ഈറ്റ് ബനാനാസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവർക്ക് വേറെ ഒന്നും ഭക്ഷിക്കാനില്ല, ബനാനാസ് കഴിക്കാൻ. സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ആണ് ബനാനാസ്. ബനാനാസ് വിൽ ബി ഈറ്റൻ ബൈ ദ ബോയ്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്, അതാണ് സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാത്ത. അടുത്തത്, പീപ്പിൾ വിൽ പ്ലേ ഫുട്ബോൾ ഓൺ ഹോളിഡേയ്സ്. ഈ സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫുട്ബോൾ. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനിയും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അപ്പം പീപ്പിൾ സബ്ജക്റ്റാണ്, വിൽ പ്ലേ എന്നുള്ളതാണ് വെർബ്. അപ്പം വിൽ ബി പ്ലേഡ് എന്നായി. പിന്നെ ഫുട്ബോൾ. അപ്പം ഫുട്ബോൾ വിൽ ബി പ്ലേഡ് ബൈ പീപ്പിൾ ഓൺ ഹോളിഡേയ്സ്. ബൈ പീപ്പിൾ എന്ന് പറയാൻ ഇവിടെ എഴുതിയിട്ടില്ല, കാരണം അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ബൈ പീപ്പിൾ ഓൺ ഹോളിഡേയ്സ്. വോളണ്ടിയേഴ്സ് വിൽ റിമൂവ് ഓൾ ദ വേസ്റ്റ്. അപ്പം ഓൾ ദ വേസ്റ്റ് എന്നുള്ളതാണ് ഓബ്ജക്റ്റ്, വോളണ്ടിയേഴ്സ് സബ്ജക്റ്റ്, വിൽ റിമൂവ് അതിൻ്റെ പാസീവ് ഫോമാണ് വിൽ ബി റിമൂവ്ഡ്. അപ്പം ഓൾ ദ വേസ്റ്റ് വിൽ ബി റിമൂവ്ഡ് ബൈ ദ വോളണ്ടിയേഴ്സ്. ബൈ വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മലയാളത്തിലും പറയുന്ന. അവർ ടീച്ചർ വിൽ ടേക്ക് ക്ലാസ്സസ് ടുഡേ. സാധാരണ ഗസ്റ്റ് സാറുമാരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ പ്രത്യേക ദിവസം നമുക്ക് ഞങ്ങളുടെ തന്നെ സാർ വന്ന് ക്ലാസ് എടുക്കും. അതാണ്. അപ്പോൾ ഓബ്ജക്റ്റ് ഏതാണ്? ക്ലാസ്സസ്. വിൽ ടേക്ക് എന്നുള്ളത് വിൽ ബി ടേക്കുന്നതായി. അതാണ് വിൽ ബി ടേക്കിങ് ചെയ്യുക. അവർ ടീച്ചർ ബൈ അവർ ടീച്ചർ ഏജൻ്റ് ആകും. അപ്പം ക്ലാസ്സസ് വിൽ ബി ടേക്കൺ ബൈ അവർ ടീച്ചർ ടുഡേ. ഇതാണ് പാസീവ് വോയിസ്, ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് വോയിസ്. എല്ലാ ടെൻസുകളെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം ഫോം, പിന്നെ നെഗറ്റീവ്, പിന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ, പിന്നെ ഡബ്ല്യു ക്വസ്റ്റ്യൻ, പിന്നെ പാസീവ്.
ഇനി ഒരു ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട് ഇതിനെപ്പറ്റി. ഇതിൻ്റെ യൂസ് എങ്ങനെയാണ്, എവിടേക്കാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് അടുത്ത ദിവസം. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. ഏത് വെർബ് വന്നാലും ഓർത്തോണം, പാസീവ് വോയിസിൽ വിൽ ആദ്യത്തത്, രണ്ടാമത്തെ ബി ഉണ്ടാവും, മൂന്നാമത്തെ തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും. പിന്നെ എല്ലാ പാസീവ് വോയിസും പോലെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഏജൻ്റ് ആവും, കൂടുതൽ ബൈയും കൂടെ ചേർക്കണം. ഓക്കെ, ബൈ.